വീട് കൊച്ചൊന്നുമല്ല, ഇത്തിരി വലുത് തന്നെയാ. മനക്കപ്പിള്ളി തറവാണ്ട് അത്ര ഒന്നും വരില്ല എന്ന് കരുതി ഒട്ടും മോശമല്ല. ആന മെലിഞ്ഞു എന്ന് കരുതി തൊഴുത്തി കെട്ടാൻ പറ്റൂല്ലോ. ആന കെട്ടണ സ്ഥലമാണോ? എന്റെ സദാനന്ദ, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. മനക്കപ്പിള്ളി തറവാട്ടിൽ നിന്ന് മാറിയെന്ന് കരുതി സദാനന്ദന് ചെറ്റക്കുള്ളിൽ താമസിക്കാൻ പറ്റുമോ? ഓ അങ്ങനെ. മുസ്ലിങ്ങള് അധികമുള്ള സ്ഥലമാണല്ലേ? അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ പണിക്കരെ? ചോദിച്ചേ ഉള്ളൂ. പെട്ടെന്ന് പേടിച്ചു. ഈശ്വരന്റെ മുമ്പിൽ അങ്ങനെ ജാതിഭേദം വല്ലതുണ്ടോ? പിന്നെ അയൽവക്കത്തൊരു സ്വജാതി ഉണ്ടാവണത് നല്ലതല്ലേ? അയൽവക്കത്തുള്ളത് ബീരാനാണ്. ആചാര്യ മില്ലിലെ കണക്കെഴുത്ത് പിള്ളയാ. ബീരാൻ എന്ന് പറഞ്ഞ മുസ്ലിം അല്ലേ? അയാൾ എങ്ങനെ പിള്ളയാവണേ? എന്റെ സദാനന്ദ, അതാണ് വീട്. ബാ നമുക്കങ്ങട്. ഇത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങോടാ. ഒതുക്കി തന്നാ പോരെ? അവരെത്തിയോ? ഞാൻ മില്ലില് പോവാണ്ട് നിങ്ങളെ നോക്കിയിരിക്കായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വീരാൻകുട്ടി. കണക്കെഴുത്ത് മാത്രമല്ല, ഈ വീടിന്റെ നോട്ടപ്പുള്ളിയാ. നോട്ടപ്പുള്ളി അല്ല, നോട്ടക്കാരൻ. ആരായാലും എന്താ, മുതല് വല്ലവരല്ലേ, ഇങ്ങനെ നോക്കിക്കാനല്ലേ പറ്റുള്ളൂ. വീരാൻകുട്ടി, ഇത് സദാനന്ദൻ മാഷ്, ഇത് പണിക്കരി. ശരിക്കും നോക്ക്. എന്താ ഇത്ര വൈകിയത്? ഞാൻ നബീസിനോട് ഇവിടെ തൂത്തു തുടച്ചിടാനൊക്കെ പറഞ്ഞതാ. 100 കൂട്ടം പണിയല്ലേ, അതിനിടയ്ക്ക് എപ്പ സമയം കിട്ടാനാ? രാഹു മാറാൻ നിന്ന്. ഓ ഷാഹു, അവനെ കൊണ്ട് ഞാൻ തോറ്റ്. അവനെ പോലൊരു ബ്രോക്കറിന്റെ ആവശ്യം എന്തായാലും പിടിച്ചു. ഷാഹു അല്ല, രാഹു. സമയമായി. ഈ സമയത്തിലും ശാസ്ത്രത്തിലൊക്കെ വലിയ കാട്ട വിശ്വാസമുള്ള ആളാ. അത് ശരി. ഞാൻ വിചാരിച്ച് ബീരാന്റെ നക്ഷത്രം ഏതാ? ഈ ദുനിയായാലും മുസ്ലിങ്ങൾക്കെല്ലാം കൂടെ ഒരു ഒറ്റ നക്ഷത്രവും ചന്ദ്രക്കലയും മാത്രമേ ഉള്ളൂ. ഓരോരുത്തർക്ക് സ്വന്തമായിട്ട് ഓരോരോ നക്ഷത്രങ്ങൾ. നിങ്ങൾക്കല്ലേ? ഞാൻ വാതിൽ തുറക്കാം. എന്താ പണിക്കരെ, ദോഷമൊന്നും കാണുന്നില്ലല്ലോ. മുറ്റത്തൊരു തുളസി തറ വേണം. ഓ, അതിന് സമ്മതിക്കുക അവര്. അതിന് ഞാനില്ലേ ഇവിടെ? തറയായിട്ടോ? അല്ല, സമ്മതിപ്പിക്കാൻ. എന്റെ സദാനന്ദാ. ആള് താമസം ഉണ്ടായ തൂത്തും തുടച്ചും ചെതലും പൊടിയും കേറാണ്ട് കിടക്കുമെന്ന് വിചാരിച്ചിട്ടാ ഹാജിയാർ സമ്മതിച്ചത്. അല്ലാണ്ട് വാടക നോക്കിയിട്ടൊന്നും അല്ല. ഹാജിയാർക്ക് എന്റെ ആവശ്യമില്ല. എവിടേക്കാ ഭൂമി ഉണ്ടെന്ന് പുള്ളിക്കാരന് തന്നെ ഒരു പിടിയില്ല. പാരമ്പര്യമായിട്ട് തന്നെ തലേക്കെട്ടുള്ള തറവാട്ടുകാരല്ലേ. കണ്ട ഒരു അസല് നായർ തറവാടാണെന്നേ തോന്നുന്നു. പണ്ടുള്ള തറവാടുകൾ മുഴുവൻ ഈ ചെലിക്ക് തന്നെയാണ്. നായരെന്നോ നസ്രാനിന്നോ മുസ്ലിമെന്നോ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു ഗണപതി ഹോമം നടത്തണം. ഓ, ഗണപതിക്ക് ഒരു ഹോമം നടത്തണം. അത് ഞങ്ങളുടെ ഒരു വിശ്വാസ. വിരോധമൊന്നുമില്ല. അതിനെന്താ, ഓരോരുത്തർക്ക് ഓരോ വിശ്വാസല്ലേ. ഓമോ ഓത്തോ എന്ത് വേണമെങ്കിലും നടത്തിക്കോ. ഗണപതി വന്നോട്ടെ, നമുക്കൊരു വിരോധമില്ല. എന്റെ ബീരാൻകുട്ടി ഗണപതി ഗണപതി എന്ന് പറഞ്ഞ ഒരു ദൈവ ആണല്ലേ? അൽഹംദുലില്ലാ. എന്താ ഒന്നും ഉണ്ടായിരിക്കണ? സദാനന്ദം പറഞ്ഞു കേട്ടില്ലേ? മണിക്കപ്പള്ളി തറവാട്ടിൽ ഇന്നോളം ആർക്കും വാടക വീട്ടിൽ താമസിക്കേണ്ടി വന്നിട്ടില്ല. നീയായിട്ട് എന്തിനാ മോനെ അതിന് നിക്കണേ? സാരല്ലേ അമ്മാവ, എന്തായാലും തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന നല്ലെന്നാ എനിക്കും തോന്നണേ. പിന്നെ വാടക വീട്, അതിപ്പോ എല്ലാ കാലത്തേക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ. വേണ്ട സുമേ, എടുപിടിന്ന് ഇങ്ങനെ ഒരു തീരുമാനം വേണ്ടെന്നാ ഞാൻ പറയണേ. ദിവാരേട്ടന്റെ കാര്യം നോക്കണ്ട, അതങ്ങനെയാ. കാള പെറ്റോന്ന് കേൾക്കുമ്പോ കയറെടുക്കണ സ്വഭാവം. അതുകൊണ്ടാ ഇപ്പോഴും വാശി പിടിച്ച് നടക്കണേ. കുറച്ച് കഴിയുമ്പോ ഒക്കെ തണുത്തോളും. വേണ്ടേച്ചി, അവള് പറഞ്ഞാലും കാര്യമുണ്ട്. ഒന്ന് മാറി നിൽക്കണം നല്ലതാ. ഞാനിവിടെ നിന്നാ മനസ്സിൽ തോന്നൊക്കെ പറയും. അത് പലർക്കും വിഷമാവും. സദു, ഏട്ടൻ മനഃപൂർവ്വം അല്ലടാ. അപ്പോഴത്തെ ഒരു സാഹചര്യത്തില് നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. അളിയന്റെ സംസാരം കേട്ടപ്പോ സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ. സാരല്ലേട്ടാ, എനിക്കറിയാം. ഒരു ഈർക്കിലിക്കൊടി കൊണ്ട് പോലും ഏട്ടനെ നോവിച്ചിട്ടില്ല, നോവിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ എന്റെ വിശ്വാസം എനിക്ക് മാറ്റാൻ പറ്റില്ല. മറ്റുള്ളവരുടെ കണ്ണില് സദാനന്ദൻ അന്ധവിശ്വാസിയായിരിക്കാം. പക്ഷെ ആ വിശ്വാസങ്ങളൊന്നും ഇല്ലേ പിന്നെ സദാനന്ദനില്ലേ? എന്റെ കാരണം കൊണ്ട് കുഞ്ഞുമോനെ വീട്ടിൽ നിന്ന് പോരുത്. കരയില്ലേ? നീ കാരണമൊന്നുമല്ല. സത്യം പറഞ്ഞ ഇപ്പോഴത്തെ എന്റെ ഗ്രഹനില പ്രകാരം ഇങ്ങനൊരു മാറ്റം പറഞ്ഞിട്ടുണ്ട്. അത് നടന്നല്ലേ ഒക്കൂ. അതിനിതൊരു കാരണമായിന്നുള്ളൂ. നീ വാ. മാറണമെന്ന് നിർബന്ധ. വീടിന് അഡ്വാൻസ് കൊടുത്തു. ഇത്തിരി പണിയും കൂടി ബാക്കിയുണ്ട്. പിന്നെ തുളസിത്തറയും പൂജാമുറിയൊക്കെ ഒന്ന് ശരിയാക്കണം. അതിന് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒക്കെ ശരിയായി മാറാറാവുമ്പോ ഞാൻ പറയാം. എല്ലാരും കൂടി വരണം. നിന്റെ തീരുമാനം അങ്ങനെ വെച്ചാൽ നടക്കട്ടെ. പിന്നെ ഫർണിച്ചറോ പാത്രങ്ങളോ എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോ കേട്ടോ.
എനിക്ക് മുത്തശ്ശന്റെ ക്ലോക്ക് മാത്രം മതി. ഏയ്, അതൊന്നും പോരാ. ഒരു കുടുംബമാകുമ്പോ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണം. അതൊക്കെ ഇപ്പൊ നീ കൂട്ടിയാ കൂടില്ല. സാരമില്ല, ഞാൻ എത്തിച്ചോളാം. കരിങ്കണ്ണ നോക്കല്ലേ. സൗമ്യേ, ദേ അമ്മ ഉടുപ്പ് തേച്ച് കഴിഞ്ഞു കേട്ടോ. എങ്ങോട്ട് വന്നോ വേഗം. മോളു, കുറുമ്പ് കാട്ടി എന്റെ കയ്യിൽ നിന്ന് കിട്ടും നിനക്ക്. ഈശ്വരാ, രണ്ടെണ്ണത്തിനെ പറ്റി വളർത്തിയ എന്റെ അമ്മയെ സമ്മതിക്കണം. ബാക്കിയുള്ളവൻ ഇവിടെ ഒരെണ്ണത്തിനെ മേയ്ക്കാൻ പെടുന്ന പാട്. ഹോ, പേരുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോ അതെങ്ങനെയാ, കല്യാണം കഴിഞ്ഞ് കൊല്ലം ഒന്ന് തികയുന്നതിന് മുമ്പ് ആളുകൾ അന്വേഷണം തുടങ്ങുകയല്ലേ, വിശേഷമുണ്ടോ എന്ന്. അപ്പൊ തോന്നി ഒരെണ്ണത്തിനെ പറ്റി കാണിച്ചു കൊടുക്കണമെന്ന്. അതിന്റെ ഇടയ്ക്ക് ഒരാടെ രാഹുവും കേതു. അല്ല, ഇതൊക്കെ തികഞ്ഞു പെറ്റിട്ടോ. ഈശ്വരാ, 8:30 മോളു, സൗമ്യ മോളെ, ഒളിച്ചു കളിക്കണ്ട, നേരം പോയി കേട്ടോ. മോളു, ഈ കുട്ടി ഇതെവിടെ പോയി കിടക്ക? എന്റെ നടു ഒടിഞ്ഞനെ. എന്റെ ഈശ്വരാ, ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. തൊട്ടിലെ കിടക്കുന്ന പ്രായത്തിൽ തോന്നി ഒന്ന് എഴിഞ്ഞു നടക്കാൻ തുടങ്ങിയ കുറച്ച് ആശ്വാസമാവുന്നു. എഴിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴോ കണ്ണി കണ്ടതൊക്കെ എടുത്ത് തൊള്ളയിൽ വെക്കുക, കളിപ്പാട്ടങ്ങൾ വലിച്ചെറിയ, തല്ലിപ്പൊളിക്ക. അപ്പൊ തോന്നി നടക്കാറായ കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്ന്. എവിടെ, ഇപ്പൊ നടക്കണടുത്തുനിന്ന് സ്കൂളിലേക്ക് ഓടാൻ തുടങ്ങിയപ്പോ ഉള്ള സമാധാനം കൂടി ഇല്ലാണ്ടായി. മോളു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബീസ്ത, ഓ എന്ത് മന്ത്രായി ചൊല്ലണേ? ബിസ്മി ചൊല്ലിയതാ. പൂച്ചക്ക് തീറ്റ കൊടുക്കുമ്പോ ബിസ്മി ചൊല്ലി കൊടുക്കണമെന്നാ പറയണേ. ഇല്ലെങ്കി പൂച്ച പടച്ചനോട് കള്ളം പറയുമ്പോ സാക്ഷി പറയാൻ ആരും ഉണ്ടാകല. പൂച്ച കള്ളം പറയേ? ആ, പരലോകത്ത് ചെല്ലുമ്പോ പടച്ചും പൂച്ചയോട് ചോദിക്കും, നിന്റെ വീട്ടുകാർ നിനക്ക് വല്ലതും തിന്നാൻ തന്നോന്ന്. അപ്പൊ പൂച്ച പറയും ഇല്ലാന്ന്. ബിസ്മി ചൊല്ലി കൊടുത്താ അപ്പൊ ബിസ്മി പറയും, കള്ളം പറയാ പടച്ചോനെ, കൂടെ ഞാനും ഉണ്ടായിരുന്നെന്ന്. അപ്പൊ ആരും മോശമില്ല. എന്തേ? ഏയ്, ഒന്നുമില്ല. മോൾ ഇവിടെ വന്നോ? അവളിവിടെ ഉണ്ട്. കുളിപ്പിച്ച് നിർത്തിയിട്ട് ഞാൻ ഉടുപ്പ് തേക്കാൻ നിന്നതാ, അപ്പോഴേക്ക് മുങ്ങി. അവളിവിടെ വന്നാ പിന്നെ നെജ്മയുടെ ബാപ്പാടെ കാര്യം അറിയാലോ. ദേ 3 ആളും കൂടിയിട്ടുണ്ട്. മോളു, സ്കൂളിൽ പോണ്ടേ? സമയം എത്രയെന്നറിയോ? എത്രയായി? 8:30 കഴിഞ്ഞു. പടച്ചോനെ, ഇവിടെ തുള്ളാട്ടം കണ്ടിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. വാ വാ. സൗമ്യനെ ഡാൻസ് പഠിപ്പിക്കണം കേട്ടോ. ഒന്നും പഠിക്കാതെ തന്നെ എന്ത് രസമായിട്ട് അവൾ ഓരോന്ന് കാണിക്കണേ. നജ്മ പറഞ്ഞ നേരാ, നല്ല താളബോധമുണ്ട് സൗമ്യക്കുട്ടിക്ക്. നാളെ ഒരു കലാതിലകമാവില്ലെന്ന് ആര് കണ്ടു? ഓളെ പഠിപ്പിക്കണം. ടിവിയിൽ ഓരോന്ന് കാണിക്കണ കണ്ട് ചെയ്യണതാ. ഇവള് കാണിക്കണ കാണുമ്പോ എനിക്കും ആടാൻ കൊതിയാവണ്ട്. സമയം പോയി, പോട്ടെ. ദേ, അച്ഛനിത് കേട്ടോ? മോൾക്കേ കലാതിലക ആകണമെന്ന്. എന്തു പറ്റി? വാച്ച് വല്ലാണ്ട് ഫാസ്റ്റ് ആയിട്ട് ഓടണ്ടോന്നൊരു സംശയം. എങ്ങനെ ഓടാണ്ടിരിക്ക? വൈകുണ്ഠത്തിലിരുന്ന് ഇതിന്റെ ഉടമസ്ഥൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ടാവേ. എത്ര നാളായി പറയണ എന്റെ സതുവേട്ടാ, ജാമ്പവാന്റെ കാലത്തുള്ള ഈ ചുണ്ണാമ്പിടപ്പി കളഞ്ഞിട്ട് പുതിയ ഒരെണ്ണം വാങ്ങിക്കാൻ. അതെ, എന്റെ മുത്തശ്ശൻ ജാമ്പവാനാ. പക്ഷെ ജാമ്പവാനും മരണില്ല, ചിരഞ്ജീവിയാ, അറിയോ? ഈ വാച്ച് കളയണമെങ്കിൽ ഞാൻ ചാവണം. സമയം പോവാ, നീ പോയി ചോറെടുക്ക്. ഇന്ന് 7 വരുന്ന ദിവസാ. കുമാരേട്ടന്റെ കടയിൽ നിന്ന് തേങ്ങ മേടിച്ച് അമ്പലത്തിൽ കൊടുത്ത് തലക്കൊഴിഞ്ഞ് മേടിച്ചിട്ടുണ്ട് സ്കൂളിലെത്താൻ. അപ്പൊ തേങ്ങ ഉടക്കൽ ഇപ്പോഴും ഉണ്ടോ? ഇത് വരുന്നതിന്റെ സ്പെഷ്യലാ. അല്ല, നീ നേരത്തെ എന്തോ പറഞ്ഞല്ലോ, വാച്ച് പുതിയ മേടിക്കണ കാര്യം. അതല്ല, ഇങ്ങോട്ട് കേറി വന്നപ്പോ മോളുടെ കാര്യം അതോ, അവക്ക് കലാതിലക ആവണമെന്ന്. ആ, ഇനി അതിന്റെ കുറവും കൂടി ഉള്ളൂ. നീ ഓരോന്ന് പറഞ്ഞ എന്റെ തലേ കയറ്റിക്കോ. മോള് കലാതിലകൊന്നും ആവണ്ട. പിന്നെ അച്ഛൻ പോയിട്ട് വേറെ കുട്ടികളുടെ അച്ഛനമ്മമാരായിട്ട് വഴക്കുണ്ടാക്കണം, ജഡ്ജിമാരെ സ്വാധീനിക്കണം, അതൊന്നും വേണ്ട. സതുവേട്ടാ, ഇതൊന്നും ഇടിക്കേ. മോള് വേണമെങ്കിൽ അമ്മയുടെ അടുത്തുനിന്ന് കുറച്ച് ഡാൻസ് പഠിച്ചോ. അമ്മയുടെ ഡാൻസ് കണ്ടല്ലേ അച്ഛൻ വീണത്. എന്നിട്ട് വല്ലതും പറ്റിയോ അച്ഛാ? പറ്റിയത് അച്ഛനല്ല, അമ്മയ്ക്കാ. എന്നെ എപ്പോഴാ അച്ഛാ ഡാൻസ് പഠിപ്പിക്കണേ? അച്ഛനെല്ലാം പഠിപ്പിക്കാം. അയ്യോ, ടിവിയിൽ ഇപ്പൊ രാജചക്രം കഴിയാറായിണ്ടാവും, മോൾക്ക് കാണണ്ടേ? വാ, ഉടുപ്പൊക്കെ അച്ഛൻ അവിടെ വച്ചിട്ട് തരാം.
ചിങ്ങരാശി മകം പൂരം ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയോ എന്റെ നാളായിട്ടില്ല. എന്റെ നാളെ കഴിഞ്ഞു വച്ചാ. ഏയ് മോള് രേവതിയല്ലേ, അത് മീനക്കൂറിലല്ലേ. ഇപ്പൊ വരൂ കേട്ടോ. ചിങ്ങരാശിക്കാർക്ക് ഈ വാരത്തിൽ മാതൃസ്ഥാനത്ത് ചൊവ്വയും കേതുവും, കർമ്മസ്ഥാനത്ത് രാഹുവും ശനിയും, വ്യയസ്ഥാനത്ത് വ്യാഴവുമാണ് രാഹുകാലം എന്ന് പറഞ്ഞ എന്താച്ചാ? രാഹുകാലം എന്ന് പറഞ്ഞാ ചീത്ത സമയം. ചീത്ത സമയത്ത് എന്ത് ചെയ്താലും നന്നാവില്ല. ഓരോ കാര്യം ചെയ്യുന്നതിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. നമുക്ക് മനസ്സിലായോ? മനസ്സിലായോ? എന്നാ ചിക്കരുമതാ കഴിഞ്ഞില്ലേടി ഇതുവരെ. ചോറൊന്ന് വെന്ത് കിട്ടണ്ടേ? വേവ് കൂടുതലുള്ള അരിയ. എപ്പ അടുപ്പത്തിട്ടാന്നറിയോ? മോളെവിടെ? അവള് ടി വി ആണ്. മീനക്കൂർ എത്തിയിട്ടില്ലേ? നന്നായി. അച്ഛനെ കൊണ്ട് ഞാൻ അനുഭവിക്കുന്നതൊന്നും പോരായിരിക്കും. അതിനിപ്പോ നിനക്കെന്താ പറ്റിയേ? പറ്റിയതിനി പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ല ജീൻസും ചെത്ത് ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ട് എത്ര അടിപൊളി ചെക്കന്മാരാ എന്റെ പുറകെ ബൈക്കിൽ നടന്നേന്നറിയോ? എന്നിട്ട് ഞാൻ വീണതോ ദേ ഹാങ്ങറിൽ ഷർട്ടും തൂക്കി നടക്കുന്ന സദാനന്ദന്റെ മുന്നില്. അതെന്താടി നീ അങ്ങനെ പറയണേ? വെറും സുമംഗലയെ ഞാൻ സുമംഗലിയാക്കിയില്ലേടി. അത് വല്ല കൂടോത്രം ചെയ്തിട്ടാണ് എനിക്കിപ്പോ സംശയം. കൂടോത്രം നല്ല മോളെ. എന്റെ വാരിയിൽ ഒരെണ്ണം അഡ്വാൻസ് കൊടുത്തിട്ട് ഈശ്വരൻ ഉണ്ടാക്കി വിട്ടതാ ഭൂമിയിലേക്ക് നിന്നെ. മംഗല്യപ്പൊരുത്ത് 1 2 അല്ല 9 ആണേ. ആ പിന്നെ ഈ ആഴ്ച നിനക്ക് നല്ലതാ, എനിക്ക് അത്ര പോരാ. വരുമാനം കൊണ്ട് ചെലവ് നടക്കും, നല്ല കാലത്ത് ഗുണം ചെയ്യും, സ്വിച്ച് ഇട്ടാ ലൈറ്റ് കത്തും എന്നൊക്കെയല്ലേ? കളിയാക്കലൊക്കെ പിന്നെ. ഇന്നേ വരുന്ന ദിവസാ. നീ പോയി ശകനം നിന്നേ. പിഴച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു. എന്താ ഈ പശു ഇങ്ങനെ കരയണേ? കഴിഞ്ഞ ആഴ്ച ഏലസ് പണിക്കരെ കൊണ്ട് മന്ത്രിച്ച് കെട്ടിച്ചാണല്ലോ. ഈ കരച്ചിലിന് ഏലസ് കെട്ടിയിട്ടൊന്നും കാര്യമില്ല. അതെന്താ? അതെന്ത് പറഞ്ഞ കരയണെന്നറിയോ? ഐ ലവ് യു. അടുത്തതിന് സമയായേ. എന്നിട്ട് നീ എന്താ കരയാത്തെ? ഞാൻ കരയണൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കരച്ചിൽ കേൾക്കേണ്ട ആള് കട്ടില് കണ്ടാ പിന്നെ നബീസ്ത പറഞ്ഞ പോലെ ഹള്ളാ പടച്ചോനേന്ന് പറഞ്ഞ് കൂർക്കം വലിച്ച് ഒറ്റ കിടപ്പല്ലേ. എന്നാ അങ്ങനെ കിടക്കുമ്പോ ഈ പശുവിനെ പറഞ്ഞൂടെ ഉറങ്ങണ്ടെന്ന്? വേണ്ട വേണ്ട, ശകുനം മുടക്കണ്ട. എന്താ ഐ ലവ് യു? സതുട്ടാ വന്നോളൂ. പിന്നെ നശിപ്പിച്ചു. സോറി സോറി. പിൻവിളി വിളിക്കരുന്ന് ഞാൻ എത്ര തവണ. ഞാൻ ഓർത്തില്ല. ഓം നമസ്തുളസി സർവജ്ഞേ പുരുഷോത്തമ വല്ലഭ പാഹിമാം സർവ പാപേതി സർവ സമ്പത് പ്രദായികേ. അമ്മയെ രക്ഷിക്കണേ. എന്താ? അല്ല, നമ്മുടെ നന്ദനി പശുവിന്റെ കരച്ചില് കേട്ടില്ലേ? അതിന് വാവെടുക്കാറായി. ആ ഗോപാലേട്ടനോട് ഒന്ന് വരാൻ പറഞ്ഞ. ഗോപാലേട്ടൻ? അയ്യേ, പശുവിനെ കുത്തിപ്പിക്കാൻ ബ്ലോക്കിൽ കൊണ്ടുപോവാനാ. രാഗു തുടങ്ങണതിന് മുമ്പ് സ്കൂളിലെത്തണം. ദേ ഞാൻ വിളിച്ചത് മനസ്സിൽ. അയ്യോ സോറി. സർവജ്ഞേ പുരുഷോത്തമ വല്ലഭ പാഹിമാം സർവ പാപേതി സർവ സമ്പത് പ്രദായികേ. കണ്ടോ എന്തൊക്കെ ഉണ്ടാവും ഈശ്വര.